ഷർത്ത് ഫറൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾക്കൊക്കെ പലപ്പോഴും സംശയമുള്ളതാണ്, എന്താണ് ഈ ഷർത്തും ഫറലും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ ചോറ് വെക്കുകയാണെങ്കിൽ പാത്രം വേണം, അടുപ്പ് വേണം. ഇതൊക്കെ അതിൻ്റെ അടിസ്ഥാന ഉപാധികളാണ്. പാത്രവും അടുപ്പും ഉണ്ടായി എന്നതുകൊണ്ട് ചോറ് വെക്കൽ നിർബന്ധമാകുന്നില്ല. പക്ഷേ ചോറ് വെക്കണമെങ്കിൽ പാകം ചെയ്യാനുള്ള സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ നിർബന്ധമാണ്. എന്നതുവരെ ഒരാൾ ഒലുവെടുത്തു എന്നതുകൊണ്ട് നമസ്കാരം നിർബന്ധമാകുന്നില്ല. നമസ്കരിക്കണമെങ്കിൽ ഒലുവെടുത്തേ തീരൂ. ഇതൊക്കെ വളരെ സുന്ദരമായ രൂപത്തിലാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം കൈകാര്യം ചെയ്തിട്ടുള്ളത്. സ്ത്രീകൾ സാധാരണ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, റമളാനൊക്കെയുള്ള സമയത്ത് മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ട് അതിനെ മാറ്റി വെക്കാനുള്ള സംവിധാനം ഈ കാലത്തുണ്ട്. അങ്ങനെ ഡിലേ ആക്കാൻ അനുവാദമുണ്ടോ? ഡിലേ ആക്കേണ്ടതുണ്ടോ? അത് അതിൻ്റെ പ്രകൃതിക്ക് വിടുക എന്നതാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. ഇസ്ലാം പ്രകൃതി മതമാണല്ലോ. അവർ ആ രീതിയിലുള്ള മനനവും ഗവേഷണവും നടത്തിയത് കൊണ്ടാണ് ഈ കാലഘട്ടത്തിലുള്ള വിഷയങ്ങളിൽ പോലും നമുക്ക് ഗ്രന്ഥങ്ങളിൽ നിന്ന് ഒരു വിധി കിട്ടാതെ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഇല്ലല്ലോ. ഏറ്റവും പുതിയ വിഷയങ്ങൾക്കടക്കം പെട്ടെന്ന് വിധികൾ കിട്ടുന്നത് പണ്ഡിതന്മാർ നൽകുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ വിധി മാറും എന്ന് പറഞ്ഞല്ലോ. ഗണ്യതമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള മാറൂല. അതായത് ഇസ്ലാമിൽ രണ്ട് രൂപത്തിലാണ് ഒരു കാര്യത്തിന്റെ വിധി വരിക. ഒന്ന് ഖുർആാനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നേർക്കുനേർ അതിൽ നിന്ന് നിർദ്ധാരണം ചെയ്യുന്നത്. ഖുർആാനിലും സുന്നത്തിൽ പരാമർശിക്കാത്ത വിഷയത്തിൽ അതിൻ്റെ ഗുണവും ദോഷവും പരിഗണിച്ചിട്ട് വിധി മാറും. ഇത് മനസ്സിലാക്കിയാൽ അഭിപ്രായ വ്യത്യാസങ്ങളെ ഉൾക്കൊള്ളുന്നതിനോ അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് ധ്രുവീകരണം ഉണ്ടാക്കുന്നതിനോ ഒരടിസ്ഥാനവുമില്ല. അതിന് ഇസ്ലാം ഉത്തരവാദിയല്ല.